എസ് ഫോർ മാത്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബി പാർട്ടിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്യാം. അതിൽ 9th എ ക്വസ്റ്റ്യനാണ് ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്ലി അതിലെന്താ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 2 ഗ്രാഫ് തന്നിട്ടുണ്ട്. അത് ഐസോമെട്രിക് ആണോ എന്നാണ് കാണിക്കേണ്ടത്. അതിന് വേണ്ടി നമുക്ക് ഗ്രാഫ് G1ഉം G2 ഉണ്ട്. അതിൽ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻസാണ് ഈ താഴെ കൊടുത്തേക്കുന്ന 4 എണ്ണം. ആദ്യം ചോദിച്ചിരിക്കുന്നത് സെയിം നമ്പർ ഓഫ് വെർട്ടീസസ് ആണോ എന്ന് നോക്കാം. 1 2 3 4 5 6 7 8 വെർട്ടീസസ് ഉണ്ട്. ഇത് എടുത്തെഴുതി. അതേപോലെ ഇതിലും എത്രയുണ്ട്? 1 2 3 4 5 6 7 8. ഓക്കെ, 8 വെർട്ടീസസ് ഉണ്ട്. സോ ഇത് സെയിം നമ്പർ ഓഫ് വെർട്ടീസസ് ആണ്. എഡ്ജസിൻ്റെ എണ്ണ ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12. ഇതിലും 4 8 10 12. ഓക്കെ, ഇതിലും സെയിം ആണ്. സോ രണ്ടും നമ്മൾ എഴുതി 12 ആണെന്ന് കിട്ടി. സെയിം നമ്പർ ഓഫ് എഡ്ജസ് ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഗിവൺ ഡിഗ്രി ഈക്വൽ നമ്പർ ഓഫ് വെർട്ടീസസ് വിത്ത് ഗിവൺ ഡിഗ്രി ഇന്നതായിരിക്കണമെന്ന്. നമുക്കിവിടെ ഒരു വെർട്ടീസ് എടുത്താൽ എത്ര വന്നിരിക്കുന്നത്? ഈ വെർട്ടീസിൽ നിന്ന് അടുത്ത വെർട്ടീസസിലോട്ട് കണക്ട് ചെയ്തേക്കുന്ന എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സോ ഡിഗ്രി 3 ആണ്. ഓക്കെ, 3 ആണ്. എല്ലാ വെർട്ടീസസിനും ഇവിടെ 3 അല്ലേ വരുന്നത്. നോക്കിയേ, കണ്ടോ? ഇതിലും നോക്കിയേ 1 2 3 1 2 3 എല്ലാം 3 ആണ് വരുന്നത്. സോ ഈക്വൽ നമ്പർ ഓഫ് വെർട്ടീസസ് വിത്ത് ഗിവൺ ഡിഗ്രി എത്ര ആണ്? ഓക്കെ, അതേപോലെ ഇൻസിഡൻറ്റ് റിലേഷൻഷിപ്പ് ചെയ്യുന്നുണ്ട്? പ്രിസർവ്ഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും? ഈ എല്ലാ കണ്ടീഷൻസും ഇത് ചെയ്യുന്നത് കൊണ്ട് G1 ആൻഡ് G2 ആർ ഇൻ ഐസോമെട്രിക് എന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഡിഗ്രിയുടെ കാര്യം G1ലെ ഡിഗ്രി ഇൻ എയിൽ എത്രയാണ് പോകുന്നത്? 1 2 3 അങ്ങനെ എഴുതിയാൽ ഗുഡായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാറുണ്ട്. ഇങ്ങനെ ചെയ്താലും മതി, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 9th ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ a simple graph with n vertices must be connected if it has more than n-1 into n-2 divided by 2 edges എന്നാണ് കാണിക്കേണ്ടത്. എന്നുവെച്ചാൽ ഗ്രാഫ് വിത്ത് n വെർട്ടീസസ് മസ്റ്റ് ബി കണക്റ്റഡ് ആയിരിക്കണം. എപ്പോൾ? അതിന് മോർ ദാൻ ഇത്രയും എഡ്ജസ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് കണക്റ്റഡ് ആണെന്ന് കാണിക്കണം. ഓക്കെ, സോ നമുക്ക് ഇതിനെ എഡ്ജസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്, ഇത്ര എഡ്ജസിനെക്കാട്ടി മോർ ദാൻ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എന്ന് വെച്ചാൽ എഡ്ജസ് ഓഫ് ഗ്രാഫ്. ഒരു G എന്ന് പറയുന്നൊരു ഗ്രാഫിന്, ഈ ടോട്ടൽ പറയുന്നതാണ് G എന്ന് പറയുന്നൊരു ഗ്രാഫിനെ നമ്മളൊരു അസ്യൂം ചെയ്യുന്നു. സോ വി ആർ ടേക്കിംഗ് G. എഡ്ജ് ഓഫ് G എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ മോർ ദാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനെ കാട്ടി? തന്നിട്ടുള്ള ഈ എഡ്ജസിനെ കാട്ടി അല്ലേ? അത് നമുക്ക് ഇക്വേഷൻ വേണമെന്ന് പറഞ്ഞ് കൊടുക്കാം. പിന്നെ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഗ്രാഫ് കണക്റ്റഡ് ആയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ടു പ്രൂവ് G ഈസ് കണക്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന എങ്ങനെയാണ്? ഒരു സാധനം പ്രൂവ് ചെയ്യണം, അത് കറക്റ്റ് ആണല്ലേ കണക്റ്റഡ് ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യും ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൂഫ് അത് റോങ് ആണ്, നമ്മുടെ അസംഷൻ റോങ് ആണെന്ന് കാണിച്ചിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറയും. അങ്ങനെയല്ലേ ചെയ്യുന്നത്. സോ ഫസ്റ്റ്ലി തന്നിരിക്കുന്ന ഗ്രാഫ് കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി സപ്പോസ് ദാറ്റ് G ഈസ് നോട്ട് കണക്റ്റഡ് എന്നും പറഞ്ഞ് എടുത്തു. ഇനി പറയേണ്ടത്? G മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 കമ്പോണൻറ്റ്സ്. ലെറ്റ് ഇറ്റ് ബി G1 ആൻഡ് G2. G1ന് Gക്ക് ഒരു 2 കമ്പോണൻറ്റ് വേണം. അതിന് G1 G2 എന്ന് പറഞ്ഞ് എടുക്കാം. ഈ ഫിഗർ നോക്കിയേ, ഇതിൽ G ആണ് ഇത് ഇത്രയും, അതിൽ 2 കമ്പോണൻറ്റ് ഉണ്ട്, G1ഉം G2. ഇത് നമുക്ക് കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാം, പക്ഷേ വി ആർ അസ്യൂമിങ് ഇറ്റ് ആസ് നോട്ട് കണക്റ്റഡ്. സോ അതിനെ ഗ്രീൻ ലൈനായിട്ട് കൊടുത്തു, ബിക്കോസ് അത് കണക്റ്റഡ് അല്ല നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ 2 എണ്ണം ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യണം. ഓക്കെ, റെഡ് കൊടുത്തേക്കുന്ന ഒരെണ്ണം ഇതും. ഓക്കെ, ഇത് G1, ഇത് G2, 2 കമ്പോണൻ്റ് അല്ലേ കണക്റ്റഡ് അല്ലാത്ത. ഓക്കെ, ഇനി V1 ബി ദ വെർട്ടെക്സ് ഓഫ് G1. ഈ G1ൻ്റെ വെർട്ടെക്സുകളെ പറയുന്ന പേര് V1 എന്നും G2ൻ്റെ വെർട്ടെക്സുകളെ പറയുന്ന പേര് V2 എന്നും പറഞ്ഞ് എടുക്കാം. ഓക്കെ, ഇനി നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടോട്ടൽ ഈ Gയുടെ ഇതൊരു കണക്റ്റഡ് ആയിരുന്നെങ്കിൽ ഈ Gൻ്റെ ടോട്ടൽ പറയുന്നതിൻ്റെ നമ്പർ ഓഫ് എഡ്ജിനെ നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് എന്നെന്നും പറഞ്ഞെടുത്ത് Gൻ്റെ നമ്പർ ഓഫ് എഡ്ജസിനെ എന്നെടുത്തു. അതേപോലെ G1നെ റെപ്രസെൻ്റ് ചെയ്യുന്നതല്ലേ V1 എന്ന് വെർട്ടീസസിനെ, അതിലുള്ള എഡ്ജസിനെ നമ്മൾ M എന്നെടുത്തു. ടോട്ടൽ N ആണ്, ഈ G1 M ആണ്, എന്നാൽ G2 എത്രയായിരിക്കും? ടോട്ടൽ മൈനസ് G1, അപ്പോൾ G2 കിട്ടും. എത്ര? N-M ചെയ്യുമ്പോൾ N-M എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഈ തന്നിരിക്കുന്ന സാധനം. ഓക്കെ,
ഇനി നമുക്ക് എന്താ നമ്മൾ 3 കാര്യം ആണ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. അതിനാദ്യം എന്താ എം എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 1 വലുതായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 വലുതും ആയിരിക്കണം എം. എന്തുവാ ഇവിടെ പറയുന്നത്? എം എന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് 1 അല്ലെങ്കിൽ അതിനേക്കാട്ടി വലുതായിരിക്കണം, പക്ഷേ n-1 ചെറുതായിരിക്കണം. ഈ ടോട്ടൽ -1 എഡ്ജസിനെക്കാട്ടി കുറവായിരിക്കണം, ഒന്നാമത്തെ കണ്ടീഷൻ. ദർ ഈസ് നോ എഡ്ജ് ജോയിനിങ് എ വെർട്ടെക്സ് ഓഫ് V1 ആൻഡ് V2. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിപ്പോൾ V1 ആണ്, ഇത് V2 ആണെങ്കിൽ അത് കണക്ട് ചെയ്യുന്ന എഡ്ജസ് കാണാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാലേ ഡിസ്കണക്റ്റഡ് ആവും, കാണാൻ പാടില്ല ആ ഒരു സാധനം. പിന്നെന്താ വെർട്ടെക്സ് 2 G2ൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 വലുതോ അല്ലെങ്കിൽ 1 ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. V2 എന്ന് പറയുമ്പോൾ ഒന്നി 1 ആയിരിക്കണം വെർട്ടെക്സ്, അല്ലെങ്കിൽ അതിനേക്കാട്ടി വലുതായിരിക്കണം. ഓക്കെ, അതാണ് 3 കണ്ടീഷൻസ്. ഇനി നമുക്ക് എന്താ ചെയ്യാം? എഡ്ജസ് ഓഫ് G എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്കിവിടെ G എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഉള്ളത്? V1 ഉണ്ട്, G1 ഉണ്ട്, G2 ഉണ്ട്. അതിനെങ്ങനെ എഴുതാം? E ഓഫ് G1 യൂണിയൻ G2. അതില്ലേ G എന്ന് പറയുന്ന ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ അല്ലേ G യൂണിയൻ. ഓക്കെ, അങ്ങനെ എഴുതി. അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാണ് ഇത് E ഓഫ് G1 പ്ലസ് E ഓഫ് G2. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് G1ൻ്റെത് M എന്നും G2ൻ്റെത് n-m എന്നും അറിയാം. ഓക്കെ, ഇനി നമുക്കൊരു കാര്യമുണ്ട്. ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ സിമ്പിൾ ഗ്രാഫ് വിത്ത് n വെർട്ടീസസ് ഈസ് n×n-1/2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് E ഓഫ് G എന്ന് പറയുന്നത് എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു n×n-1/2 ആണെന്ന് അറിയാം. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ഇക്വേഷനിൽ ഏതൊക്കെ കൊടുക്കണം? G1ൻ്റെതും കൊടുക്കണം, G2ൻ്റെതും കൊടുക്കണം. ആദ്യം ഈ ഇക്വേഷൻ നോക്ക്, n×n-1/2. അതിന് പകരം n-ന് പകരം G1ൻ്റെ ഏതാ? m×m-1/2. കണ്ടോ, n-ന് പകരം m കൊടുത്തു. ഇനി G2ൻ്റെ നോക്കിയേ, n-m അല്ലേ? അപ്പോൾ എന്താ? n-m n-m, n-ന് പകരമാണ് കൊടുത്തത് n-m -1/2. ഓക്കെ, ഇത്രയും കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് മാറ്റിയിട്ട് നമ്മൾ ഈക്വൽ ടു കൊടുത്തു. നെക്സ്റ്റ്ലി എന്താ? ഈ ഡിവൈഡഡ് ബൈ 2നെ നമ്മളെന്താ ഹാഫ് എന്നും പറഞ്ഞ് ഫ്രണ്ടിൽ എഴുതി. ഇനി ഇതിനെന്താ അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്ത് m×m m² - m. ഇതിനെയും സെപ്പറേറ്റ്ലി അകത്ത് കയറ്റി ചെയ്തു. എങ്ങനെയാണ്? ആദ്യത്തെ ഈ n ഇൻറ്റു ഇത്രയും സാധനം എടുത്തെഴുതി, മൈനസ് കൊടുത്തു, അതേപോലെ m എടുത്തെഴുതി, m ഇൻറ്റു ഏതാണ് ഇത് ഇത്രയും അതേപോലെ എടുത്തെഴുതി. ഓക്കെ, ഈ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ആദ്യം എന്താ m² - m അതേപോലെ എടുത്തെഴുതുക. നെക്സ്റ്റ് ഈ n×n-m-1 എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് n ബ്രാക്കറ്റിൽ ഈ n-1നെ ഒരുമിച്ച് കൊടുക്കാം, ബാക്കി -m എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ടാണ് ചെയ്യാൻ പോണേ. അതിനെങ്ങനെ ചെയ്യുന്നത്? n ഈ തന്നിരിക്കുന്ന വെളിയിലുള്ള സാധനത്തിന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. n×n-1 മൈനസ് n×m. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി മൈനസ് m ഇൻറ്റു എത്ര? -m ഇൻറ്റു n എത്ര? -mn പ്ലസ് എന്താ? -m ഇൻറ്റു -m എന്താ? പ്ലസ് m² എന്ന് എഴുതാൻ പറ്റും. പിന്നെ -m ഇൻറ്റു -1 എത്രയാണ്? പ്ലസ് m. ഓക്കെ, ഇത്ര നമ്മൾ എടുത്തെഴുതി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിനെ ഈ ഫോമിലോട്ട് ആക്കുകയല്ല ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മളെന്താ ചെയ്യുന്നത്? ആഡിങ് ആൻഡ് സബ്സ്ട്രാക്റ്റിങ് എന്ത് ചെയ്യുന്നത്? 2n - 2നെ നമ്മളിവിടെ ആഡും ചെയ്യുന്നുണ്ട്, സബ്സ്ട്രാക്റ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഫോമിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണേ. അങ്ങനെ കൊടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ എഴുതുന്നത്? ഇതിൽ -m-ഉം +m-ഉം വെട്ടിപ്പോവും. ബാക്കിയുള്ള n×n-1നെ എടുത്തെഴുതി. പിന്നെന്താ? ഈ m² അതിന് 2m² എന്ന് എടുത്തെഴുതി. പിന്നെന്താ? ഈ -n-ഉം -mn-നെയും കൂടെ -2mn എന്ന് എടുത്തെഴുതി. പിന്നെന്തുവാ? ബാക്കി 2n - 2 അതേപോലെ എഴുതി, -2 കോമൺ എടുത്തിട്ട് 2 ഇൻറ്റു ബ്രാക്കറ്റിൽ n-1 കൊടുത്തു. ഓക്കെ, ഇത്രയാണ് ആ സ്റ്റെപ്പിൽ ഇതുള്ളത്. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു n-1 എടുത്തെഴുതി. പിന്നെ അതാ n -2
അതെടുത്ത് എഴുതി പ്ലസ് 2m² എടുത്തെഴുതി മൈനസ് ഇതൊന്നൊരു -1 എടുത്തേ അതെഴുതി പിന്നെന്താ മൈനസ് ഈ 2 സ്റ്റെപ്പ് നോക്കി ഇത് ഇത്രയും അതിൽ എന്താ 2n കോമൺ ആണ്, അതുകൊണ്ട് നമ്മൾ ഇതിന്ന് കോമൺ ആയിട്ട് -2n എടുത്ത് എഴുതി. ബാക്കിയുള്ളത് ഇതിലെന്താ m ആണുള്ളത്. എമ്മും നേരത്തെ എടുത്ത ഇതെന്നുള്ള എന്താ ഈ ഗ്രീൻ കളർ ഉണ്ടോ ഇതിൽ -1 എടുത്തില്ലേ, ബാക്കി ഇവിടെ -1 ഇല്ലേ, ഇതിന്ന് എമ്മും ബാലൻസ് ഉണ്ട്, അതും ഈ -1 കൂടെ എടുത്ത് എഴുതി. ഇതാണ് ഓക്കെ. ഇത്രയേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ½ ഇൻറ്റു n-1 അതേപോലെ എഴുതി, n-2 അതേപോലെ എഴുതി, പ്ലസ് ഈ സ്റ്റെപ്പില്ലേ ഇതിനെന്താ നമ്മൾ ഈ 2 അതേപോലെ എഴുതി, ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള 2 അതേ കണക്ക് എടുത്ത് എഴുതി. പിന്നെന്താ ഓക്കെ m² - 1 അതിൽ നമുക്ക് a² - b² എന്നുള്ള ഫോമുല എടുക്കാൻ പറ്റത്തില്ല, m² - 1² എന്നുള്ള ഫോമുല. അതിൽ നമ്മൾ എങ്ങനെ എഴുതാം, ഇവിടുത്തെ എം അല്ലേ ആദ്യത്തെ a² ഭാഗത്ത് എന്താ എം കിടക്കുന്നത്, m-1 ഇൻറ്റു m+1 എന്നെടുത്ത് എഴുതി. ഓക്കെ, ഇതായിട്ട് കൺസിഡർ ചെയ്യണം. ഈ 2 ഈ കിടക്കുന്നത് അപ്പോൾ എന്താ ഇതിൽ രണ്ടിൽ ഇതിലും കോമൺ ആയിട്ടുള്ള 2m-1നെ ഇതിലും 2m-1 ഉണ്ട്, ഇതിലും 2m-1 ഉണ്ട്. ബാക്കി ഇവിടെ എന്നാണ് ഉള്ളത്, ഇവിടെ എന്താ ബാക്കി ഇതാണുള്ളത്. 2m-1ഉം ഇതിലുള്ളതിൽ 2m-1നെയും നമ്മളിവിടെ കോമൺ ആയിട്ട് എടുത്തു. ബാക്കി എന്തൊക്കെയാണ് ഉള്ളത്, ഇതിൽ ഒരു m ഉണ്ടോ, ഇതിൽ m+1 ഉണ്ട്, ബാക്കി ഇതിലെന്ത് ഒരു n ഉണ്ട്. അപ്പോൾ നമുക്കെങ്ങനെ m-n+1 എന്നെടുത്ത് എഴുതിക്കൂടെ. ഓക്കെ, ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ 1 ≤ m ≤ n-1 എന്നുള്ള കണ്ടീഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അതിലെന്താ പറയുന്നത്, m എന്ന് പറയുന്നത് എന്താ n-1 കാട്ടി ചെറുതോ ഈക്വലോ ആയിരിക്കണം. ഇവിടെ എന്താ m-n+1 എന്ന് പറയുന്നത് എന്താ, ഈ കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് 0നെ കാട്ടി ലെസ്സർ അല്ലെങ്കിൽ ഈക്വൽ ടു ആണെന്ന് മനസ്സിലായി. ഓക്കെ, സോ എന്താ ഇത് റോങ് ആണ് അല്ലേ, അതുകൊണ്ട് ഈ വാല്യൂ 0 ആയി പോകും. സോ ഇൻറ്റു ഈ ബാക്കി ഈ പ്ലസിന് ശേഷമുള്ള എല്ലാം 0 ആകത്തില്ലേ, അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ക്യാൻസൽ ചെയ്തേക്കുന്നത്. ബാക്കിയുള്ളത് ഈ സ്റ്റെപ്പ് മാത്രം. സോ നമുക്ക് എന്തോ എഴുതാൻ പറ്റും, e(g) എന്ന് പറയുന്നത് <= ½ ഇൻറ്റു n-1 ഇൻറ്റു n-2 വിച്ച് ഈസ് കോൺട്രാഡിക്ഷൻ ടു ഇക്വേഷൻ 1. ഏതാ ഇത് കറക്റ്റായില്ലേ. സോ നമുക്ക് എന്തോ പറയാൻ പറ്റും, അവർ അസംഷൻ ഈസ് സ്ട്രോങ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനെ. 10ാമത്തേൽ ഈ ക്വസ്റ്റ്യൻ നോക്കാവേ. അതിലെന്താ പറയുന്നത് വെച്ചാൽ കംപ്ലീറ്റ് ഗ്രാഫും കംപ്ലീറ്റ് ബൈപാർട്ട് ഗ്രാഫിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ഒരു കംപ്ലീറ്റ് ഗ്രാഫും കംപ്ലീറ്റ് ബൈപാർട്ട് ഗ്രാഫും ആവുന്ന ഒരു ഗ്രാഫ് വരയ്ക്കാനും പറഞ്ഞിരിക്കാം. ഓക്കെ, ഫസ്റ്റ്ലി കംപ്ലീറ്റ് ഗ്രാഫ് എന്താണെന്ന് നോക്കാം. എവറി പെയർ ഓഫ് വെർട്ടീസസ് ഈസ് കണക്റ്റഡ് ബൈ എ എഡ്ജ്. ഇതിലുള്ള എല്ലാ പെയർ ഇപ്പോൾ ഒരു എന്താ 3 വെർട്ടീസ് ഉണ്ടെങ്കിൽ അതെല്ലാത്തിനും എന്താ ഒരു എഡ്ജ് വെച്ചിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം കണക്റ്റഡ് ആണ്. ആ ഒരു കണക്റ്റഡ് ഗ്രാഫിനെ പറയുന്ന പേരാണ് കംപ്ലീറ്റ് ഗ്രാഫ്. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് k എന്നും പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3 ആണ് എടുത്തെങ്കിൽ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും, 4 ആണെങ്കിൽ സ്ക്വയർ മാതിരി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെന്താ നമ്പർ ഓഫ് എഡ്ജസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, n(n-1/2) എന്നുള്ള ഇതിലാണ് എഡ്ജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ് എന്താണെന്ന് നോക്കാം. ഇതിലെന്താണെന്ന് വെച്ചാൽ വെർട്ടീസസ് എന്താ ഡിവൈഡഡ് ഇൻറ്റു 2 ഡിസ്ജോയിൻറ്റ് സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ വെർട്ടെക്സും സെക്കൻഡ് സെറ്റിലുള്ള എല്ലാ ആയിട്ട് കണക്ഷൻ കാണും. അതാണ് പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിൽ ഡിനോട്ട് ചെയ്യുന്നത് KMN എന്നും പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 സെറ്റ് ഉണ്ട്. ഇപ്പോൾ M എന്ന് പറയുന്ന ഒരു സെറ്റും N എന്ന് പറയുന്ന സെറ്റും ഉണ്ടെങ്കിൽ ഇതിലുള്ള എല്ലാ വെർട്ടീസസും N-ആയിട്ടുള്ള എല്ലാ വെർട്ടീസസുമായിട്ട് കണക്റ്റ് ഉണ്ടാവും. ഓക്കെ, കണക്ഷൻ ഉണ്ടാവും. അത് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു K2-3 എടുത്തെന്ന് വെച്ചോ. ആദ്യത്തെ സെറ്റിൽ 2 എണ്ണം, രണ്ടാമത്തെ സെറ്റിൽ 3 എണ്ണം. ഇതിന്ന്
അടുത്തതിലുള്ള എല്ലാ വെർട്ടീസസായിട്ട് കണക്ഷൻ ഉണ്ട്, ഇതൊന്നും അടുത്തതിലുള്ള എല്ലാ വെർട്ടീസസായിട്ട് കണക്ഷൻ ഉണ്ട്. രണ്ട് സെറ്റുമായിട്ട് കണക്ഷൻ ഇല്ലേ അപ്പോൾ. പിന്നെന്താ, നോ എഡ്ജ് വിത്തിൻ ദ സെയിം സെറ്റ്. സെയിം സെറ്റിലുള്ള സാധനമായിട്ട് എഡ്ജ് കാണത്തില്ല. അതിനെയാണ് കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്തുവാ, ഗ്രാഫ് എന്തായിരിക്കണം, ബോത്ത് കംപ്ലീറ്റും ആയിരിക്കണം കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റും ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഗ്രാഫ് നമുക്ക് K2 മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ എന്താ, ഇത് ഒരു സെറ്റ്, ഇത് വേറൊരു സെറ്റ്, അത് കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇതെന്താണ്, ഒരു ബൈപാർട്ടൈറ്റ് ഗ്രാഫാണ്. അതേപോലെ തന്നെ എന്താണ്, ഒരു കംപ്ലീറ്റ് അല്ലേ, രണ്ടുമായിട്ട് കണക്ഷൻ ചെയ്തിട്ടില്ലേ. പക്ഷേ ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണം വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണക്ഷൻ വരത്തില്ല. സോ അതൊരു എന്താ, ബൈപാർട്ടൈറ്റ് ഗ്രാഫ് ആയിരിക്കാം, പക്ഷേ കംപ്ലീറ്റ് ആവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്താ, ഒൺലി പോസിബിൾ ഗ്രാഫ് ഏതാണ്, K2 മാത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെങ്ങനെയൊക്കെ എഴുതാം, K2 എന്നും പറഞ്ഞ് നമുക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ KN ഫോമിൽ എഴുതാൻ പറ്റും. അതേപോലെ കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫിൽ എങ്ങനെയാണ്, KMN അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് സെറ്റിൽ 1ഉം സെക്കൻഡ് സെറ്റിൽ 1ഉം, അതിന് നമുക്ക് K11 എന്നും പറഞ്ഞ് എഴുതാൻ പറ്റും. ഇങ്ങനെ കണ്ടാ, K11. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനെ. 10ാമത്തേലെ B ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെന്താണെന്ന് വെച്ചാൽ, ഇഫ് എ ഗ്രാഫ് ഹാസ് എക്സാക്ട്ലി 2 വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി, ദെൻ പ്രൂവ് ദാറ്റ് ദെയർ മസ്റ്റ് ബി എ പാത്ത് ജോയിനിങ് ദീസ് 2 വെർട്ടീസസ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം എന്താണ്. ഇപ്പോൾ ഒരു ഗ്രാഫ് വരച്ചു, അതിൽ എന്താ, 2 വെർട്ടീസസ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഓഡ് ഡിഗ്രി ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1, 3, 5 അങ്ങനെയൊക്കെ. ഓക്കെ, ഇവിടെ നമുക്ക് V1ന് എത്ര എണ്ണം ഉണ്ട്, 1, 2, 3. ഈ വെർട്ടീസുമായിട്ട് പോയിക്കുന്ന എത്ര എഡ്ജസ് ഉണ്ട്, അതാണ് അതിൻ്റെ ഡിഗ്രി. ഓക്കെ, 1, 2, 3 ഉണ്ട്. അപ്പോൾ ഇത് ഓഡ് നമ്പർ അല്ലേ. ഇതിലും 3 ഉണ്ട്, ഇതും ഓഡ് നമ്പറാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഗ്രാഫിൽ 2 ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടീസസ് ഉണ്ട്. ഇതിൻ്റെത് 2 ആണ്, ഇതിൻ്റെത് 2 ആണ്, ഡീൻ്റെതും 2 ആണ്. ഓക്കെ, ഈ ഗ്രാഫ് എന്താ, ഒരു കണക്റ്റഡും ആണ് അല്ലേ. അപ്പം നമ്മുടെ എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഒരു ഗ്രാഫിൽ 2 ഓഡ് ഡിഗ്രി ഉണ്ടെങ്കിൽ ആ 2 വെർട്ടീസസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് അവിടെ കാണും എന്നാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇനി കണക്റ്റഡ് ഗ്രാഫ് നമ്മൾ നോക്കിയപ്പോൾ ഒരു പാത്ത് അങ്ങനെ ഉണ്ട് അല്ലേ. ഇനി നമുക്കൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിൽ നോക്കാം. ഇതിനെ നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് നോക്കാം. ഇതിലും 5 വെർട്ടീസസ് ഉണ്ട് അല്ലേ. പക്ഷേ ഇതിലെത്രയാ, ഇതിൽ ഡിഗ്രി ഈവനാണ്, ഇതിലും 2 ഉള്ളത്, ഇതിലും 2. ഇതെന്താ, ഈവൻ നമ്പറാണ്. ഇപ്പോൾ 2 എണ്ണം V1ഉം V2 എന്താ, V1ഉം V2 എന്താ, ഓഡ് ഡിഗ്രിയാണ്. ഇതിൻ്റെ ഡിഗ്രി 1 ആണ്, ഇതിൻ്റെ ഡിഗ്രിയും 1 ആണ്. ഒരു എഡ്ജേ പോകുന്നുള്ളൂ. സോ ഇത് കണക്ട് ചെയ്യുന്നത്, നമ്മളിത് പറഞ്ഞെന്താ, ഓഡ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് കാണുമെന്ന്. ഇവിടെയും പാത്തുണ്ട്. അപ്പോൾ എന്താ, സോ എന്താ, കണക്റ്റഡ് ഗ്രാഫിലും ഡിസ്കണക്റ്റഡ് ഗ്രാഫിലും വെർട്ടീസസിൻ്റെ ഡിഗ്രി ഓഡ് ആണെന്നുണ്ടെങ്കിൽ അത് തമ്മിലും കണക്ട് ചെയ്യുന്ന ഒരു പാത്തുണ്ട്. ഹെൻസ് പ്രൂവ്ഡ്. ആ സാധനം നമ്മൾ ജസ്റ്റ് എന്താ, സെൻറ്റൻസ് ആകിയിട്ട് എടുത്ത് എഴുതണം. ഇങ്ങനെ, ലെറ്റ് V1 ആൻഡ് V2 ബി ദ 2 വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി. V1ഉം V2 എന്താ, വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി ആണെങ്കിൽ in a graph G, if G is connected graph, then surely there exists a path between every vertex and hence between V1 and V2. പറഞ്ഞതുപോലെ എന്താ, കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ എന്താ, 2 എണ്ണം ഉണ്ട്, ഓഡ് ഡിഗ്രി ആണെങ്കിൽ അതിലൊരു കണക്ഷൻ കാണും. അതിവിടെ V1ഉം V2 ആണ്, ആ ഒരു പാത്തുണ്ട്. ഇതേ സെയിം സാധനം തന്നെ ഈ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ അതിലും എന്താ, ഓഡ് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും ഒരു പാത്ത് കാണും. ഓക്കെ, ഹെൻസ് അവർ അസംഷൻ ഓഫ് V1 ആൻഡ് V2 ബിലോങ്സ് ടു 2 ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഈസ് സ്ട്രോങ്. ദാറ്റ് ഈസ് എന്താ, V1 V2 ബിലോങ്സ് ടു ദ സെയിം കമ്പോണൻറ്റ് ആൻഡ് ഹെൻസ് ജോയിൻഡ് ബൈ എ പാത്ത്. ഓക്കെ, ഈ പ്രൂഫ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുക, അതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ആദ്യം കണക്റ്റഡ് ഗ്രാഫിൻ്റെ കണ്ടീഷൻ, സെക്കൻഡ് ഡിസ്കണക്റ്റഡ് ഗ്രാഫിനെ പറ്റി എഴുതുക, പിന്നെ നമ്മുടെ അസംഷൻ എന്താ റോങ് ആണെന്നും പറഞ്ഞ് ഇത് പ്രൂവ് ചെയ്തെന്നും പറഞ്ഞ് എടുത്ത് എഴുതുക. ഓക്കെ, 7ാമത്തിലെ ഈ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ഡയറക്റ്റ് ഗ്രാഫ് ആൻഡ് എന്താ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിമെട്രിക് ഡയഗ്രാഫും അസിമെട്രിക് ഡയഗ്രാഫും. ഫസ്റ്റ്ലി എന്താ, ഡയഗ്രാഫ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് എന്താ നോക്കാം. ഈസ് എ ഗ്രാഫ് ഇൻ വിച്ച് ഈച്ച് എഡ്ജ് ഹാസ് ഡയറക്ഷൻ ആൻഡ് എഡ്ജ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എങ്ങനെയാണ്, ഓർഡർഡ് പെയർ UV എന്നും പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മീനിങ് ആൻഡ് എഡ്ജ് ഫ്രം U to V. U എന്ന് വെച്ചാൽ U നിന്ന് Vയിലോട്ട് പോകുന്ന ആ ഒരു ഇതിനെയാണ് എങ്ങനെ
യു വി എന്ന് പറഞ്ഞ ഓർഡർ പെയർ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഗ്രാഫ് എന്താ? ഇപ്പോൾ ഒരു 2 വെർട്ടീസസ് ഉണ്ടെങ്കിൽ അതിലുള്ള എഡ്ജിനൊരു ഡയറക്ഷൻ കാണും. ഫോർ ആൻ എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു ഗ്രാഫാണെന്ന് വെച്ചോ. ആ ഗ്രാഫിൽ എ ടു ബി ഈ എഡ്ജിനൊരു ഡയറക്ഷൻ ഉണ്ട്, ഈ എഡ്ജിനൊരു ഡയറക്ഷൻ ഉണ്ട്, അങ്ങനെ എല്ലാ എഡ്ജിനും ഡയറക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയഗ്രാഫ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ യു വി ആണെങ്കിൽ ഓർഡർഡ് പെയർ യു വി എന്നും പറഞ്ഞ് എഴുതും. ഓക്കെ, ഇനി എന്താ സിമെട്രിക് ഡയഗ്രാഫ്? സിമെട്രിക് ഡയഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അതിനെന്താ ഒരു എഡ്ജ് എന്താ എന്ന് ബിയിലോട്ട് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ബിന്ന് എയിലോട്ടും ഒരു എഡ്ജ് കാണും. ഫോർ എക്സാമ്പിൾ, എന്താണ്ട് ഈ പോയിന്റിൽ നിന്ന്, ഈ വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ട് ഈ ബ്ലാക്ക് ലൈൻ കണ്ടോ, ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട്. എന്നാൽ അതിന്ന് ഇപ്പം ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ എന്ന് ബിയിലോട്ട് ഡയറക്ഷൻസ് ഫോർവേഡ് ഉണ്ട്, എന്നാൽ ബാക്ക്വേർഡായിട്ടും ഒരു ഡയറക്ഷൻസ് കാണും. എ ബി ഉണ്ടെങ്കിൽ അതിനെന്താ ബി എ കാണും. അതിനെയാണ് സിമെട്രിക് ഡയഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താ അസിമെട്രിക് ഡയഗ്രാഫ്? അസിമെട്രിക് ഡയഗ്രാഫ് എന്ന് വെച്ചാൽ എന്താ? അതിന് വൺ ഡയറക്ഷൻ ആയിരിക്കും. ഇതിപ്പോൾ എന്തോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ ഒരു ഡയറക്ഷൻ, തിരിച്ചു പോകുന്നില്ല. ഇതിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്, തിരിച്ചിങ്ങോട്ടില്ല. സിമെട്രിക്കിൽ ബോത്ത് സൈഡ് കാണും. എ ബി ഉണ്ടെങ്കിൽ ബി എ കാണും. ഇതിലാണെങ്കിൽ സെൽഫ് ലൂപ്പ്, അല്ലെങ്കിൽ ഒന്നി സെൽഫ് ലൂപ്പ് കാണും, അല്ലെങ്കിൽ എന്താ ഒരു ഡയറക്റ്റഡ് എഡ്ജ് മാത്രമേ പെയർ ഓഫ് വെർട്ടീസസിൽ കാണാൻ പറ്റത്തുള്ളൂ. Digraphs that have most one directed edge between a pair of vertices but are allowed to have self loop. സെൽഫ് ലൂപ്പ് കാണാൻ പാടുണ്ട്, പക്ഷേ എന്താ 2 വെർട്ടീസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു പെയർ എഡ്ജസ് മാത്രമേ കാണാൻ പാടുള്ളൂ. ഇതിനെയാണ് എന്തെന്ന് അസിമെട്രിക് ഡയഗ്രാഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൻറ്റി സിമെട്രിക് ഡയഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, 7th ബി ക്വസ്റ്റ്യൻ നോക്കാം. 9 members ഓഫ് എ ന്യൂ ക്ലബ് മീറ്റ് ഈച്ച് ഡേ ഫോർ ലഞ്ച് അറ്റ് റൗണ്ട് ടേബിൾ. ഒരു റൗണ്ട് ടേബിൾ ഉണ്ട്. ആ റൗണ്ട് ടേബിളിൽ ചുറ്റിനിരുന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 9 members എന്താ ഈച്ച് ഡേ മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ ദേ ഡിസൈഡ് ടു സിറ്റ് സച്ച് ദാറ്റ് എവറി മെമ്പേഴ്സ് ഹാസ് ഡിഫറെൻറ്റ് നൈബേഴ്സ്. അവരെങ്ങനെ സിറ്റ് ചെയ്യാമെന്നാണ് കരുതിയത്? ഓരോ ദിവസവും എന്താ ഡിഫറെൻറ്റ് നൈബേഴ്സ് ഉള്ള രീതിയിലാണ് അവർക്ക് എന്താ അവർ സിറ്റ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തത്. ഇപ്പോൾ എന്താ എ ബി സി എന്നുണ്ടെന്ന് വെച്ചോ, ഇതാണ് ഒരാളെന്ന് വെച്ചോ. അയാൾക്ക് ആദ്യത്തെ ദിവസം എ എന്ന് പറയുന്ന നൈബർ ലെഫ്റ്റ് സൈഡിലും സി എന്ന് പറയുന്ന ആൾ റൈറ്റ് സൈഡിലുമാണ്. എന്നാൽ നെക്സ്റ്റ് ഡേ ബി എന്ന് പറയുന്ന ആൾക്ക് ആരായിരിക്കണം? ഡി ഇ എന്ന് പറയുന്നതായിരിക്കണം. എയും ബി നൈബേഴ്സായിട്ട് വരാൻ പാടില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ 9 members ഉണ്ട്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഹൗ മെനി ഡേയ്സ് ക്യാൻ ദിസ് അറേഞ്ച്മെൻറ്റ് ലാസ്റ്റ്? ഇങ്ങനത്തെ എത്ര ദിവസം നമുക്ക് എന്താ സെയിം നൈബേഴ്സ് അല്ലാത്ത ഈ അറേഞ്ച്മെൻറ്റ് എത്ര ദിവസം ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെന്താ പറയുന്നത്? ഈ ഒരു പ്രോബ്ലം എന്താ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാ n-1/2 എന്നാണ് ഇക്വേഷൻ. ഇവിടെ n എന്തുവാ? 9 members. എത്ര മെമ്പേഴ്സിൻ്റെ എണ്ണമാണ് n എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട. ഇവിടെ 9 ആണ്. സോ 9 - 1/2. സോ 8/2 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ നമുക്ക് 4 ഡേയ്സിൽ എങ്ങനെ അവർക്ക് അറേഞ്ച് ചെയ്തിരിക്കാൻ പറ്റുമെന്നാണ് ആൻസർ. ഓക്കെ, പിന്നിലേക്ക് ഇതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ.